നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കും ലഞ്ചിന് കഴിക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ചോറിന് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ ഒരൊറ്റ ചമ്മന്തി മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ മുരിങ്ങയ്ക്ക വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ടപ്പർവെയറിൻ്റെ ഇതേപോലെ ബോക്സിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇത് 1 മാസം വരെയാണെങ്കിലും കേടാകത്തില്ല, ഫ്രഷായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതേപോലെ 3 ചെറിയ പീസ് മുരിങ്ങയ്ക്കയാണ് ചമ്മന്തിക്ക് എടുക്കുന്നത്. ആദ്യം തന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് നമുക്ക് മുളകൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വറ്റൽമുളക് എരിയുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് എരിക്ക് അനുസരിച്ച് വേണം മുളകെടുക്കാൻ. പിന്നെ അതേപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുരിങ്ങയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്തെ ഇത് വേവും. ഈ മുരിങ്ങയ്ക്ക കുറച്ച് മീഡിയം ടൈപ്പിലുള്ള മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുരിങ്ങയ്ക്കയുടെ ഫ്ലഷൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുരിങ്ങയ്ക്കകത്തുനിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ മുരിങ്ങയ്ക്ക അങ്ങനെ തന്നെ ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകം എല്ലാം വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ പച്ച ചുവയൊന്നും വരത്തില്ല. ഇതേപോലെ നോക്കിയാൽ തണുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് ഈ മുരിങ്ങയ്ക്കയുടെ പൾപ്പ് എടുക്കണം. ആ മുരിങ്ങയ്ക്കയുടെ പൾപ്പ് എടുക്കാൻ ഒരു ചെറിയൊരു സ്പൂണിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള സ്പൂണ് കൊണ്ട് നമുക്കിതെടുക്കാം, സുഖമായിട്ട് എടുക്കാം. അല്ലാതെ പിച്ചാത്തി കൊണ്ട് എടുക്കാൻ നോക്കല്ലേ, ചെറിയൊരു സ്പൂൺ വെച്ച് ഇതേപോലെ എടുത്താൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതെല്ലാം വേസ്റ്റാണ്, ഇനി കളയണം. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കണം. നിങ്ങൾക്ക് എത്രയാണ് ചമ്മന്തിക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് തേങ്ങയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് പുളിയും കൂടി ഇടണം. പുളിയാണെങ്കിൽ കുറച്ചുകൂടി ഇടണം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയ്ക്ക കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളി ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും ചമ്മന്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും. ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം. ചമ്മന്തി അരയ്ക്കുമ്പം മഷി പോലെ അരയ്ക്കാൻ പാടില്ല, എങ്കിൽ ചതച്ചെടുക്കാനും പാടില്ല. ഇതിൻ്റെ മിഡിലായിട്ട് വരണം ചമ്മന്തി അരയ്ക്കുമ്പം. ലാസ്റ്റ് ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. കരിയാപ്പില ഒത്തിരി അരയണ്ട, ഇതേപോലെ വേണം. അടിപൊളി ടേസ്റ്റായിരുന്നേ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.